ഇന്ന് തിരക്കിൽ അല്പസമയം വ്യത്യസ്തമായൊരു വിഷയത്തിലേക്കാണ് എത്തുന്നത്. സഹജ യോഗ എന്താണ് എന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നമ്മളോടൊപ്പം രാജേന്ദ്രക്കുറുപ്പ്. നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു തിരക്കിൽ അല്പസമയത്തിലേക്ക്. നമസ്കാരം. നമ്മൾ ഇതിനിടയിൽ ഒന്ന് രണ്ട് തവണ സഹജയോഗയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളോട്. പലപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നത് ഒരുപക്ഷെ യോഗയെക്കുറിച്ച് ഇന്ന് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് അറിയുന്നത് കൊണ്ട് തന്നെ ആവാം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മുന്നോട്ട് വരുന്നുണ്ട്, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ചെറിയൊരു വ്യത്യാസം ഈ ഒരു പേരിലൂടെ എല്ലാവർക്കും തോന്നും എന്താണ് ഈ സഹജ യോഗ എന്നുള്ളത്. കുറച്ചു മുൻപ് പറഞ്ഞൊരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. ഓരോ സൃഷ്ടിയിലൂടെയും നമ്മളത് മനസ്സിലാക്കുന്നു എന്ന്. പ്രകൃതിയുടെ സൗന്ദര്യമായിക്കോട്ടെ, അത് ചന്ദ്രനെ കാണുമ്പോൾ, പവറിനെ കുറിച്ചാണെങ്കിൽ അത് സൂര്യനിലേക്ക് നോക്കുമ്പോൾ, സ്വന്തം മുഖം അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ അറിയുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ ക്രിയേഷന്റെ ഒരു പ്രാധാന്യത്തെയാണ് അറിയുന്നത് എന്ന്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒരു ആത്മവിശ്വാസം, ഒരു പവർ നമുക്ക് തോന്നണമെങ്കിൽ അവിടെ ഈ യോഗയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് സഹജ യോഗ? ഇത്രയും ജീവിതത്തെ ഏറ്റവും സമാധാനപരമായിട്ടും വളരെ പവറോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ സഹായിക്കുമോ എന്നൊക്കെയാണ് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പം ഈ പറഞ്ഞ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് സഹജയോഗ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1970 ശ്രീമാതാജി നിർമ്മലാദേവിയാണ് സഹജയോഗ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പേ നമുക്ക് വളരെ അപ്രാപ്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു സഹജമാർഗത്തിലൂടെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന സഹജയോഗ എന്ന് പറയുന്നത്. അതെന്താണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ആ അമ്മയ്ക്ക് എൻ്റെ നമസ്കാരം ആദ്യമായിട്ട്. കാരണം അമ്മയാണ് സഹജയോഗ നമുക്ക് വളരെ ലളിതമായിട്ടും സരളമായിട്ടും എവിടെയിരുന്നും ഈ രീതിയിൽ ആത്മവിദ്യ, ആ ഈശ്വരൻ്റെ പവറിനെ നമുക്ക് അനുഭവനീയമാകുന്ന രീതിയിൽ സഹജയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1970 ശ്രീമാതാജിയാണ്. അപ്പോൾ ശ്രീമാതാജി ഡോക്ടർ നിർമ്മലാദേവിക്ക് എൻ്റെ നമസ്കാരം. പിന്നെ നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പേ ഈ പറഞ്ഞ ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നു, നമ്മൾക്ക് ആത്മവിശ്വാസം ഒരു പരിധിവരെ വർദ്ധിക്കുന്നു. നേരെ മറിച്ച് സഹജയോഗയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഉള്ളിലേക്ക് മറിച്ച് നമ്മൾ വെളിയിൽ നിന്നും അതിനെയൊക്കെ കാണുന്നതിന് പകരം ഇതിനെയൊക്കെ നമ്മുടെ ഉള്ളിൽ കാണാൻ തുടങ്ങുമ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. മറ്റേത് നമ്മൾ ഇവിടെ നിന്ന് അതിനെ നോക്കി കാണുന്നു, ഇല്ലേ? ഒരു പരിധിവരെ അത് മാനസികമായിട്ട് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ടാവാം. നേരെ മറിച്ച് സഹജയോഗയിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ വെളിയിൽ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു വണ്ടർഫുൾ ബ്യൂട്ടി നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കതിനെ ഒന്ന് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ ശ്രദ്ധ, വെളിയിലേക്കുള്ള ശ്രദ്ധ ജസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിയണം. അപ്പോൾ അത് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്ന് ആ നോക്കിക്കാണുന്നതിന് പകരം അതിനെ, ആ ഡിവൈനെ, ആ ശക്തിയെ, ആ സൃഷ്ടികർത്താവിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നമുക്ക് വളരെ അനുഭവനീയമാകുകയാണ്. നമ്മുടെ കയ്യിൽ വെള്ളയിലിരിക്കുന്ന കരതലാമലകം പോലെ എന്നൊക്കെ പണ്ട് ആചാര്യന്മാർ പറഞ്ഞതുപോലെ, അതേപോലെ ഒരു നെല്ലിക്ക പോലെ നമുക്ക് നമ്മളുടെ എല്ലാ പ്യുവറായിട്ടുള്ള ഇച്ഛകൾക്കും അനുഭവനീയമാകുന്ന രീതിയിൽ ആ ഡിവൈൻ പവറിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് സഹജയോഗയിലൂടെ. സഹജ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജനിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ കൂടെ ജനിച്ച ആ ഡിവൈൻ എനർജിയെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് സഹജയോഗ. സഹജ, കൂടെ ജനിച്ചത്. യോഗ എന്ന് പറയുമ്പോൾ യൂണിയൻ, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ എനർജിയെ അവേക്കൻ ചെയ്ത് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ യൂണിവേഴ്സൽ പവറുമായി കണക്ട് ചെയ്ത് യൂണിയൻ പ്രാപിച്ച്, യോഗ പ്രാപിച്ച് അതിനെ അനുഭവനീയമാകുന്ന ധ്യാനത്തിലൂടെ അനുഭവനീയമാക്കുന്നതാണ് സഹജയോഗ എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടുന്ന ശക്തി മുഴുവൻ നമ്മിലുണ്ട്, പക്ഷെ അത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്, അല്ലേ? അതിനെ തിരിച്ചറിയുക എന്നുള്ളതടുത്താണ് സഹജയോഗയുടെ പ്രാധാന്യം. അതെ, തീർച്ചയായിട്ടും. അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് വീണ്ടും നമുക്കത് യോഗ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ യോഗ പ്രാപിക്കുമ്പോൾ നമുക്ക് തികച്ചും നമ്മളുടെ കഥ അനുഭവനീയമാണ്. കാരണം നമ്മളെല്ലാം തന്നെ ജനിച്ചിരിക്കുന്നത് ഒരു സൂക്ഷ്മ ശരീരവുമായിട്ടാണ്. നമ്മൾ ഈ വെളിയിൽ കാണുന്നതിലുപരി നമ്മുടെ ഉള്ളിൽ ഒരു വളരെ വ്യക്തമായ ഒരു സൂക്ഷ്മ ശരീരം നമുക്ക് ഉള്ളിലുണ്ട്. ആ സൂക്ഷ്മ ശരീരമാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മ ശരീരവും നമ്മളുടെ അന്തരാത്മാവും. ആത്മാവെന്ന് പറയുന്നത് ഇപ്പോൾ ഏത് സ്ക്രിപ്റ്റേഴ്സിലും നമ്മൾ പല രീതിയിൽ അതിനെ നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ പുക്കിൾക്കൊടിയിലൂടെ നമ്മുടെ ആ കുഞ്ഞിൻ്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിൻ്റെ ബ്രഹ്മരന്ധ്രയിലൂടെ, അതായത് നമ്മുടെ തലയുടെ മുകളിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ എണ്ണയൊക്കെ വെച്ച് കൊടുക്കുമ്പം വളരെ ഒരു സ്പന്ദനം അനുഭവപ്പെടുന്ന ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനെ ബ്രഹ്മരന്ധ്ര എന്ന് പറയും.
ആ ബ്രഹ്മരന്ധ്രയിലൂടെ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ ചൈതന്യം ചെല്ലുകയും നമ്മുടെ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഒരുപാട് നാഡീവ്യൂഹങ്ങളുള്ള 10,000 കോടി ഞരമ്പുകളോളം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ള 3 നാഡികൾ, ഇടനാഡിയും പിംഗളാനാഡിയും സുഷുമ്നാനാഡിയും 7 ചക്രാസും എനർജി സെൻറ്റേഴ്സും ക്രിയേറ്റ് ചെയ്ത് ബാക്കി അവശേഷിക്കുന്ന ഭാഗം ആ യൂണിവേഴ്സൽ മദറിൻ്റെ റിഫ്ലക്ഷനായിട്ട്, അതിന് സംസ്കൃതത്തിൽ കുണ്ടലിനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കുണ്ടലിനി എനർജി എന്നുള്ള നാമകരണം ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ സെറ്റിലാവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ തലയുടെ മുകളിലൊരു സ്പന്ദനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ശരിക്കും ഈ എനർജി ആ കുഞ്ഞുങ്ങളിൽ ആക്റ്റീവാണ്. പിന്നെ പോകെ പോകെ നമ്മളിൽ സംഭവിക്കുന്നത്, നമ്മളിൽ ഞാനെന്നുള്ള ഒരു വികാരം ഒക്കെ വന്നു കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത തോട്ട്സ്, മെയിൻലി നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള, കാരണം കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ഇന്നസെൻ്റ് ആണ്. അവർ ഒന്നിനെപ്പറ്റിയും ഒരുപാട് ചിന്തിച്ചല്ല ഒരു കാര്യവും ചെയ്യുന്നത്. ദേ ആർ വെരി ഇന്നസെൻറ്റ്. അപ്പോൾ ആ ഇന്നസെൻസ് നമ്മളിൽ നിന്ന് സ്ലോലി പോകാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ മദർലി എനർജി നമ്മുടെ ഉള്ളിൽ ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ അത് സ്റ്റിൽ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്കതിനെപ്പറ്റി അതിനെ അവയ്ക്കാൻ ചെയ്യാനും അതിലൂടെ നമ്മളെ ഈ എനർജി സെൻറ്റേഴ്സിനെയൊക്കെ ആ എനർജി ക്ലെൻസ് ചെയ്യുകയും നമ്മുടെ സ്പിരിറ്റുമായിട്ട്, അതായത് നമ്മുടെ ആത്മാവിനെ നമുക്ക് തികച്ചും അനുഭവനീയമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണ്ടൽ ബോണി ഏരിയയുടെ, അതായത് സൂക്ഷ്മരന്ധ്രയിലൂടെ ബ്രഹ്മരന്ധ്രയിലൂടെ ഇത് വെളിയിലേക്ക് വരികയും എന്നിട്ട് നമ്മുടെ സൃഷ്ടികർത്താവ് ആ ക്രിയേറ്ററുമായിട്ട് അത് കൂടിച്ചേരുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതിനെ നമ്മൾ പല സ്ക്രിപ്റ്റേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈതന്യ ലഹരി, നമ്മുടെ വിരലുകൾ റെസറേഷൻ സംഭവിക്കുമ്പോൾ സംസാരിക്കും എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യ ലഹരി, ചൈതന്യ ലഹരി എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് തികച്ചും അനുഭവനീയമാണ്. അത് വളരെ ലളിതവുമാണ്. കാരണം ഒരുപാട് ഇപ്പം മനുഷ്യരിൽ ഞാൻ പലയിടത്തും നമ്മൾ പല പ്രോഗ്രാംസിന് പോകുമ്പോഴും, റിയലൈസേഷൻ പ്രോഗ്രാംസിന് പോകുമ്പോഴും, ഈവൻ TV പ്രോഗ്രാംസ്, അങ്ങനെ പലതരം പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അവിടെ മനുഷ്യരെ ചോദിക്കുന്ന ഒരു കാര്യം, കുണ്ടലിനി അവേക്കനിങ് ആണ് പരമമായിട്ടും നമ്മളെ സത്യത്തിലേക്ക് നമുക്ക് ഉയർത്താനുള്ള ഏക മാർഗം അതാണെന്നും അതിനാണ് ഈ പറയുന്ന എല്ലാ മാർഗങ്ങളിലും ശ്രമിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ജനം ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അച്ചീവബിളായിട്ടല്ല എന്നുള്ള ഒരു ധാരണ മനുഷ്യനിൽ വന്നുപോയി. പക്ഷേ ഇത് 1970 മുമ്പിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് പരിശ്രമിച്ച് ഇപ്പോൾ കാട്ടിലും ഒക്കെ നമ്മുടെ ഭക്ഷണ രീതിയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലോ ഒക്കെ പോയി വളരെ തപസ്സും ഒക്കെ ചെയ്ത് ചിലപ്പോൾ സംഭവിക്കും. അത് സംഭവിച്ചാൽ തന്നെ അത് മറ്റുള്ളവർക്ക് അനുഭവനീയമാക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ 1970 ശേഷം എല്ലാ കഥയും അത് ഡിഫറൻ്റ് ആണ്. സ്റ്റോറീസ് എല്ലാം മാറിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായിട്ട് 1970 ശ്രീ മാതാജിയുടെ ഒരു കൃപ കൊണ്ട് നമുക്ക് എവിടെ ഇരുന്നും ആ എനർജിയെ അവേക്കൻ ചെയ്യാനും, നമ്മുടെ ഒരു ശുദ്ധമായ ഇച്ഛയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എനിക്കിത് അറിയണം, എനിക്കിത് അനുഭവനീയമാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഒരു റിയലൈസ് സോൾഡ് സാന്നിധ്യത്തിൽ ഇത് അനുഭവനീയമാക്കാനും, നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ത്യജിക്കാതെ, ഒന്നും തന്നെ ഉപേക്ഷിക്കാതെ, അത് നമ്മുടെ കുടുംബജീവിതമോ നമ്മുടെ ഭക്ഷണ രീതികളോ ഒന്നും ചേഞ്ച് ചെയ്യാതെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ആ മഹത്തായ ആ ശക്തി നമ്മുടെ അന്തരാത്മാവിനെ നമുക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കാൻ പറ്റും. വളരെ നിസ്സാരമാണ്. അതായത് ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം കുറച്ച് മുമ്പ് സൂചിപ്പിച്ചില്ലേ, എല്ലാവർക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടത്തിയെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള സംശയങ്ങളും ചിന്തകളുമായിരുന്നു. ഇന്നിപ്പോൾ കുറേ മാറി തുടങ്ങുന്നത് തന്നെ ഒരു പക്ഷേ കുറേ ആളുകൾ ഇതിലേക്ക് വന്ന് അതിൻ്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയായിരിക്കുമല്ലോ. ഒരു ശാസ്ത്രീയമായ അടിത്തറ തന്നെയാണ് ഇതിലുണ്ട് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് സഹജയോഗ തന്നെയാണ്. പക്ഷെ സഹജയോഗ എന്ന പേരിൽ അതുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ നമ്മൾ യോഗശാസ്ത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ ചെയ്യുന്നത്, അഷ്ടാംഗ ആസനാസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ മാത്രമാണ്. ഇതിലേക്ക് അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണത്. അപ്പോൾ നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത്, അതിൽ നിന്നും ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നു, ധ്യാനത്തിലൂടെ പടിപടിയായിട്ട് സെൽഫ് റിയലൈസേഷനിലേക്ക് ആളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ എല്ലാം ഉദ്ദേശം, അത് തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പം എന്താ പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അത് നമ്മളുടെ ഉദ്ദേശശുദ്ധിയിൽ നിന്നും ഒന്ന് ഡൈവേർട്ടായിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നാമത് കാരണം അത് ഈ ആചാര്യന്മാരൊന്നും പണ്ട് അതൊന്നും ഉണ്ടാക്കിയത് അതൊരു കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല. അപ്പോൾ പ്യുവറിറ്റി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയിലും അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ലക്ഷ്യവും എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെൽഫ് റിയലൈസേഷനാണ്. സെൽഫ് റിയലൈസേഷൻ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ തിരിച്ചറിയാനും
നമ്മൾ അതിലൂടെ നമ്മൾ യോഗ പ്രാപിക്കുകയും, അതായത് യൂണിയൻ പ്രാപിക്കുകയും അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും പല രീതിയിൽ പറഞ്ഞെങ്കിലും എല്ലാത്തിലും ഉദ്ദേശിച്ച് നമ്മുടെ ഇന്നർ എനർജിയെ അവേക്കൻ ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ആ എനർജിയുമായിട്ട് നമ്മൾ യൂണിയൻ പ്രാപിക്കണം, യോഗ പ്രാപിക്കണം, കണക്ട് ചെയ്യണം. അതിലൂടെ നമ്മളുടെ ഇന്നർ ബ്യൂട്ടി അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വെളിയിൽ നിന്നും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ നിന്നും കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഡിവൈൻ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെ അന്തരാത്മാവായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് വളരെ അനുഭവനീയമാകുമ്പോൾ മാത്രമേ നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. മറ്റതെല്ലാം നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോഴും നമ്മൾ കാണുകയാണ്, പക്ഷേ ചന്ദ്രൻ നമ്മുടെ ഉള്ളിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വെളിയിലാണ് തിരയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇത് നമുക്ക് തികച്ചും അനുഭവനീയമാണ്. ശരി, സഹജയോഗ അതിനെക്കുറിച്ച് പൊതുവിൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ യോഗ, സഹജയോഗ എന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് തുടക്കത്തിൽ ഒന്ന് പറഞ്ഞത്. ഇനി പലപ്പോഴും പലർക്കുമുള്ളൊരു സംശയമാണ്, ഈ യോഗ എന്ന് പറയുമ്പോൾ ധ്യാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏകാഗ്രമായിട്ട് അത്രയും സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഏകാഗ്രത, അതിൻ്റെ ഒരു പ്രാധാന്യം, അതും സഹജയോഗയും തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. ധ്യാനത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രധാന റീസൺ നമ്മുടെ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, യോഗ പ്രാപിക്കുന്നില്ല. അപ്പോൾ യോഗ പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമുക്ക് കോൺസെൻട്രേഷൻ സാധ്യമാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരം ഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും നമ്മൾ ജനിക്കുമ്പോൾ ആ ഒരു സൂക്ഷ്മ ശരീരവുമായിട്ടാണ് ജനിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടുള്ള 3 നാഡികളുണ്ട്. ഒന്ന് ഇടനാഡി, പിംഗള നാഡി, സുഷുമ്നാ നാഡി. അപ്പോൾ ഇടനാഡി കംപ്ലീറ്റ് നമ്മുടെ പാസ്റ്റിനെ, ഈ ഒരു ആത്മാവ്, സ്പിരിറ്റ് ഏതൊക്കെ ജന്മം എടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടനാഡിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ യാതൊരു കാര്യവും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ ഓർത്തിട്ട് പോലും ഇല്ലാത്ത ഏതെങ്കിലും പഴയ ഒരു തോട്ട് ചിലപ്പോൾ നമ്മളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും, ഇല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ജമ്പ് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ്. അതായത് നമ്മുടെ പിംഗള നാഡി ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ള നാഡി. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ തോട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒന്നുകിൽ നമ്മുടെ കഴിഞ്ഞതിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള എന്തെങ്കിലും ആശങ്കകളോ ചിന്തകളോ യാതൊരു റിസൾട്ട് ഓറിയൻ്റ് അടല്ലെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണെങ്കിലും ഇതാണ് നമ്മളെ അലട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇടനാഡി എന്ന് പറയുന്ന ഇടത് സൈഡിലുള്ള നാഡി നമ്മുടെ പവർ ഓഫ് ഡിസയർ ആണ്, നമ്മുടെ ഇച്ഛാശക്തി കൂടെയാണ്. അതേപോലെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ കർമ്മശക്തിയാണ്, പവർ ഓഫ് ആക്ഷനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടിലും ഏതിലെങ്കിലും ഒന്നിലേക്കാണ് മോസ്റ്റ്ലി നമ്മൾ സെൽഫ് റിയലൈസേഷൻ സംഭവിച്ച് യോഗ പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മൾ ധ്യാനം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെല്ലുന്നത് ഈ രണ്ടിൽ ഒന്നിലേക്കാണ്. നമുക്ക് ഒരിക്കലും സെൻട്രൽ ചാനലായിട്ടുള്ള സുഷുമ്നാ ചാനലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സുഷുമ്നാ ചാനലിലൂടെ നമ്മൾ അസെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അറ്റൻഷൻ നമ്മുടെ ശരിയാവത്തുള്ളൂ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളിലുള്ള മനഃശക്തിയെയും പ്രാണശക്തിയെയും നമുക്ക് ഒരു ശരിയായ അനുപാതത്തിൽ സമന്വയിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് തോട്ട്സുകൾ ഇല്ലാത്ത അവസ്ഥ, അത് നമ്മുടെ പ്രസൻ്റ് ആണ്. കാരണം പ്രസൻറ്റിൽ തോട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ പ്രസൻറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഫസ്റ്റിൽ സംഭവിക്കേണ്ടത് നമ്മുടെ കുണ്ടലിനി എനർജി അവേക്കനായിട്ട് നമ്മുടെ ചക്രാസിനെ ശുദ്ധീകരിച്ച് നമ്മുടെ അന്തരാത്മാവുമായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം അത് സൃഷ്ടികർത്താവിൻ്റെ പാദത്തിൽ കൂടിച്ചേർന്ന് യോഗ പ്രാപിക്കണം. യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ അറ്റൻഷൻ എൻലൈറ്റൻ ആവും. അതിനെ എൻലൈറ്റൻ അറ്റൻഷൻ എന്ന് പറയും. അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന മനസ്സോ ശരീരമോ അഹങ്കാരമോ പ്രത്യഹങ്കാരമോ ഒന്നുമല്ലാതെ അതിലുപരി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം അന്തരാത്മാവാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഉള്ളിൽ ആത്മാവെന്ന് പറയുന്ന ആ കണിക ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, ഇല്ലേ? അല്ലാതെ നമ്മൾ ഈ ചീകി മിനുക്കി കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിൻ്റെ ബ്യൂട്ടി കൊണ്ടല്ല. ആ ഒരു കണിക നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പം ഇല്ലാതാവുന്നു ആ സമയം ഇതിന് യാതൊരു പ്രാധാന്യമില്ല. അപ്പോൾ ആ ഒരു ആത്മാവിനെ നമുക്ക് അനുഭവനീയമായി തുടങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഡയമെൻഷൻ മാറും. അപ്പോൾ ഈ ഇടനാടിയിലും പിംഗളാനാടിയിലും അല്ലാതെ സുഷുമ്നാ നാഡിയിലൂടെ നമ്മൾ സെൽഫ് റിയലൈസേഷൻ സാധിച്ച് അസെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തോട്ട്സുകൾ ഇല്ലാത്ത അവസ്ഥ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആത്മാവിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, സ്പിരിറ്റിനെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അറ്റൻഷൻ എൻലൈറ്റൻ ആവും. നമ്മളുടെ ഈവൻ നമ്മുടെ തലയിലുള്ള 8500 കോടി ഞരമ്പുകൾ എൻലൈറ്റൻ ആവും. അങ്ങനെ നമ്മളൊരു എൻലൈറ്റൻ പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അതാണ് നമ്മുടെ അറ്റൻഷനെ സംബന്ധിച്ച്
സംബന്ധിച്ചുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ടുള്ള 7 എനർജി സെന്റേഴ്സ് ഉണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്ര. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള കൂടിച്ചേരുന്ന 7ാമത്തെ എനർജി സെൻറ്റർ ആയിട്ടുള്ള സഹസ്രാര. അപ്പോൾ സഹജയോഗയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ 7ാമത്തെ എനർജി സെൻറ്റർ ആയിട്ടുള്ള സഹസ്രാരയിലൂടെയുള്ള മെഡിറ്റേഷനും അതിൻ്റെ ബ്രഹ്മരന്ധ്ര തുറന്നുകൊണ്ടുള്ള സൃഷ്ടികർത്താവിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യോഗ പ്രാപിച്ചുള്ള മെഡിറ്റേഷനും നമുക്ക് വളരെ ഈസി ആയിട്ട് സാധ്യമാവുന്നത് സഹജയോഗയിലുള്ള മെത്തേഡിലാണ്. മറ്റതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മെത്തേഡിലും പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ഒന്നുകിൽ ഹംസചക്ര അല്ലെങ്കിൽ ആജ്ഞാചക്ര ഒക്കെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള മെഡിറ്റേഷനാണ്. അപ്പം ഇത് നമുക്ക് ആദ്യമേ ചെയ്യുന്ന, അതേപോലെ തന്നെ മറ്റുള്ളതിലൊക്കെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സെൽഫ് റിയലൈസേഷൻ അവർ 10-20 വർഷമൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ചെയ്യുന്നവരാണ്. ഈ 20 വർഷം ഇവരെ ഈ പ്രത്യേകിച്ചും ഈ ഇത്രയും ടെൻഷനുള്ള ഒരു ജീവിത രീതിക്കിടയ്ക്ക് ഇവർക്ക് ഈ 20 വർഷം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ ഉറപ്പ്? 20 വർഷം കഴിഞ്ഞ് ഒരു പക്ഷേ ഇത് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പരിശ്രമം നടത്തുകയാണ്. നേരെ മറിച്ച് ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ സെൽഫ് റിയലൈസേഷനിലാണ് തുടങ്ങുന്നത്. യു എസ്റ്റാബ്ലിഷ് യുവർ കണക്ഷൻ. എന്നിട്ട് നമുക്ക് അന്നേരം നമ്മളിലൊരു പ്രത്യേക അവബോധം നമ്മളിൽ ഉണ്ടാവും. അതിലൂടെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ എല്ലാ അവസ്ഥാഭേദങ്ങളും എല്ലാ ഇമ്പോർട്ടൻസും നമുക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ സ്പന്ദനാവബോധം അല്ലെങ്കിൽ വൈബ്രേറ്ററി അവയർനെസ് എന്നും പറയുന്ന ഒരു അവയർനെസ്, അതായത് നമ്മുടെ ഈ ചക്രാസിൻ്റെയും ഈ ഞരമ്പുകളും ഒക്കെ നമ്മുടെ തലയുടെ ഭാഗത്തും നമ്മുടെ കാലിലേക്കും നമ്മുടെ കൈകളിലേക്കും ഒക്കെ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ചക്രാസൊക്കെ എൻലൈറ്റൻ ആയി തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് അറിയാൻ പറ്റും. അതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമുക്കതറിയാൻ പറ്റും. അതെല്ലാം ഈ സ്പന്ദനാനുഭവത്തിലൂടെ നമുക്ക് നമ്മുടെ കൈവെള്ളയിലൂടെ നമുക്കിതെല്ലാം അറിയാൻ പറ്റും. ഈവൻ എന്തൊരു കാര്യവും നമുക്ക് അന്നേരം നേരിട്ട് നമുക്ക് സൃഷ്ടികർത്താവുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ വൈബ്രേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്കതിനെ ഈവൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാനുള്ള ചികിത്സാ മാർഗ്ഗങ്ങളും ഒക്കെ സഹജയോഗയിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈ പറയുന്ന, കാരണം ഒട്ടുമുക്കാലും അസുഖങ്ങളൊക്കെ തന്നെ നമ്മളിൽ വരുന്നത് തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുണ്ടാകുന്ന ഇൻബാലൻസസ് ആണ്. നമ്മൾ ഈ ഒടിവ്, ചതവ്, അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന രോഗങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ ഒട്ടുമുക്കാലും അസുഖങ്ങളിൽ നമ്മളുണ്ടാകുന്ന നമ്മുടെ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ ഉള്ള ഇൻബാലൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ 2ാമത്തെ എനർജി സെൻ്റർ ആയിട്ടുള്ള സ്വാധിഷ്ഠാൻ ചക്രയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷനെ ഉള്ള ഏറ്റവും വലിയൊരു എനർജി സെൻ്ററാണ്. തോട്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ അതിലാണ്. രണ്ടാമത് നമ്മളുടെ റൈറ്റ് സൈഡിൽ ആക്ച്വലി സൂര്യൻ്റെ എനർജിയുടെ കാര്യം നമ്മൾ മുമ്പേ പറയണ്ടായി. നമ്മുടെ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ എനർജി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പിംഗളാനാഡിയിലുണ്ട്. അപ്പോൾ സൂര്യൻ്റെ സ്വഭാവം എന്താ? ആസിഡിസ് ചൂടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ആവശ്യത്തിലധികമുള്ള ഓട്ടവും ആവശ്യത്തിലധികമുള്ള തിങ്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ഈ നാഡി വീണ്ടും ചൂടാവുകയാണ്. നമ്മുടെ ഈ 2ാമത്തെ നാഡിയായിട്ടുള്ള പിംഗളാനാഡി തുടങ്ങുന്ന സ്വാധിഷ്ഠാൻ ചക്രയുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ആ സെൻറ്റർ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിതമായിട്ടുള്ള ചൂടും ഒക്കെ നമ്മുടെ റൈറ്റ് സൈഡിലെ ഇൻബാലൻസ് ഉണ്ടാക്കി അത് ഫർദർ നമ്മുടെ മറ്റവയവങ്ങളിലേക്ക്, ലിവറും പാൻക്രിയാസും അങ്ങനെയൊക്കെയുള്ള മറ്റ് അവയവങ്ങളിലേക്ക് അത് ട്രാൻസ്ഫർ ആകുകയും അങ്ങനെയാണ് സത്യത്തിൽ നമ്മളുണ്ടാകുന്ന ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, പ്രമേഹം, മറ്റേ പ്രഷർ, ഇങ്ങനെ ബ്ലഡ് പ്രഷറും ഒക്കെ അങ്ങനെ ഒട്ടുമുക്കാലും അസുഖങ്ങളൊക്കെ ഫോം ആകുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻബാലൻസസിൽ നിന്നാണ്. അപ്പം നമുക്ക് ആ ലെഫ്റ്റിനെയും റൈറ്റിനെയും ഒരു ശരിയായ അനുപാതത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സുഷുമ്നയിലൂടെ അസെൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ രോഗവിമുക്തമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് അവസ്ഥയിലേക്ക് മാറാൻ കഴിയും. അത് കാരണം ഇതിനുള്ള എനർജി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ എനർജിയെ നമ്മൾ ഒരു പരിധിവരെ ബാലൻസിൽ കീപ്പ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ രോഗങ്ങളിലേക്ക് അറിയുന്ന പോലും ഇല്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മളുടെ അറ്റൻഷൻ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിലേക്ക് അറ്റൻഷൻ വരിക, അത് നമുക്ക് അനുഭവനീയമാകുക. എഗെയിൻ നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ നമ്മൾ ആ മനഃശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ നമ്മൾ ഈ കാര്യത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് പിടിച്ചാൽ പിടികിട്ടാത്തൊരു സാധനമാണ് ആത്മാവെന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം അത്ര വളരമായ രഹസ്യമായ ആ ഒരു ഗുഹയ്ക്കുള്ളിലാണ് കയറിയിരിക്കുന്നത്. കാരണം സൃഷ്ടികർത്താവിന് തന്നെ അറിയാം, നോർമലി നമ്മൾ നോക്കുന്നത് എല്ലാം വെളിയിലേക്ക് നോക്കുകയുള്ളൂ, എല്ലാവരും അന്വേഷിക്കുന്നത് വെളിയിലേക്ക് അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏറ്റവും ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ അറ്റത്താണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ അറ്റൻഷൻ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്, നമ്മളെ ശുദ്ധയിച്ച ഒരു
പ്യുവറായിട്ടും ഒരു സീക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇത് അനുഭവനീയമാകണം എന്നുള്ള ഒരു ശുദ്ധയിച്ച നമ്മളിൽ ഉണ്ടാകുന്ന, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ആ സമയത്ത് ഇത് വളരെ നിസ്സാരമായിട്ട് ചില മെത്തേഡ്സിലൂടെ ഇത് അവേക്കൻ ചെയ്യാനും അതിൻ്റെ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ നിസ്സാര കാര്യങ്ങളിൽ വരെ നമുക്കത് ഉപയോഗപ്പെടുത്താനും സാധ്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് എത്തേണ്ടത് ഇതുപോലെ ശാരീരികമായും മാനസികമായും ഇതിന് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്തേക്കാണ്. നമുക്കൊരു സുഹൃത്തിലേക്ക് ഒന്ന് എത്താം. തീർച്ചയായും. ഹലോ, ആരാണ്? നമസ്കാരം. എന്താ പേര്? അശോകൻ. എവിടെ നിന്നാണ്? ഓക്കെ, ചോദിച്ചോളൂ. നമസ്കാരം സർ. നമസ്കാരം, പറയൂ. ഞാൻ ഈ സഹജീവനെ പറ്റി കുറച്ചൊക്കെ വായിച്ചറിവുള്ളൊരു വ്യക്തിയാണ്. ആയിക്കോട്ടെ, പറയൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ഈ ഒരു രോഗങ്ങളെ പറ്റി സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. അതെ അതെ. അതിലിപ്പോൾ സഹജയോഗിയിൽ ഈ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആയിക്കോട്ടെ. ഇതിൽ രോഗങ്ങൾക്ക് പ്രതിവിധി, അതായത് പിന്നെ ട്രീറ്റ്മെന്റ് ആണോ അല്ല പ്രതിരോധം ആണോ നിങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്, അതിന്റെ ക്ലിയറിംഗ് ടെക്നിക്കുകൾ? ഇത് ട്രീറ്റ്മെൻറ്റ് ഇപ്പം രോഗം വന്നതിന് ശേഷമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഒരു പാർട്ടാണ്. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഇതിൽ മെയിൻലി പ്രതിരോധം തന്നെയാണ് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻബാലൻസസിലൂടെയാണ് രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതേപോലെ വരാനുള്ള സാധ്യതയും അതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മളുടെ ഒരു എൻലൈറ്റൺ പേഴ്സണാലിറ്റി കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി വളരെയധികം നമ്മുടെ ഇന്നർ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഇന്നർ എനർജി അവേക്കൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ എനർജി സെൻറ്റേഴ്സിനെല്ലാം ഞാൻ മുമ്പ് സൂചിപ്പിച്ച 7 എനർജി സെൻറ്റേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ എനർജി സെൻറ്റേഴ്സിനെല്ലാം വ്യക്തമായ ക്വാളിറ്റീസ് ഉണ്ട്. ആ എനർജി സെൻറ്ററിനെല്ലാം അത് എൻലൈറ്റൻ ആകുമ്പോൾ ട്രമൻഡസ് പവേഴ്സ് നമുക്ക് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൂലാധാര ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് മിക്കവാറും അധികവും നമ്മുടെ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂലാധാര ചക്രയിൽ വരുന്ന ക്വാളിറ്റീസിലുള്ള ഇൻബാലൻസസ് ആണ്. അതായത് നമ്മളുടെ മൂലാധാര ചക്രയുടെ ക്വാളിറ്റീസാണ് ഫോർ എക്സാമ്പിൾ ഇന്നസെൻസ്, ചാസ്റ്റിറ്റി, വിസ്ഡം, പ്യുവർട്ടി, ഓസ്പീഷ്യസ്നസ്. ഈ ക്വാളിറ്റീസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മൂലാധാര ചക്രത്തിലാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. പക്ഷേ അന്നേരം നമ്മൾ ഇന്നസെൻസിനെ പറ്റിയുള്ള അവയർനെസ് ഇല്ലായിരുന്നുവെങ്കിലും നമ്മളൊക്കെ ഇന്നസെൻ്റ് ആയിരുന്നു. ബട്ട് പോകെ പോകെ ആ ഇന്നസെൻസ് ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നു. അപ്പോൾ ആ ക്വാളിറ്റീസ് വൺസ് നമ്മൾ മെഡിറ്റേഷനിലൂടെ നമുക്കത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കത് ഇത് കുറേയൊക്കെ നമ്മൾ അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ എൻലൈറ്റൻ അറ്റൻഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചക്രാസ് നമ്മൾ ക്ലെൻസ് ചെയ്യുകയും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ പ്രതിരോധ ശക്തിയാണ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നത്. നമ്മൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അതിനെ ചെറുക്കാനും അത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയും ആണ് കൂടുന്നത്. പിന്നെ രോഗങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മളുടേതായ സഹജീവയിലുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് കൂടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും പ്രതിരോധത്തിന് തന്നെയാണ് പ്രാധാന്യം. ഒരു മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പിന്നെ ഈ സഹജയോഗ ചെയ്യുന്നത് കൂടി ഇങ്ങനെയുള്ള ക്ലിയറിംഗ് ടെക്നിക്കുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന്റെ പിന്നെ ഡോസ് അല്ലെങ്കിൽ അതിങ്ങനെയുള്ള ആ കാര്യങ്ങൾ കുറച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അസുഖം വന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. അതെ, അസുഖം വന്നൊരു വ്യക്തിയെ പറ്റി ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ സഹജയോഗയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അവർ സെൽഫ് റിയലൈസേഷൻ എടുത്തിട്ട് അവിടെ അതിൻ്റെ ക്ലിയറിംഗ് ടെക്നിക്സും എല്ലാം പറഞ്ഞു കൊടുക്കും. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിക്കേഷൻ ഒരു ദിവസം നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് സ്ലോലി അവർ മെഡിറ്റേഷനിലൂടെ പ്രോഗ്രസ് ചെയ്യും തോറും നമുക്ക് പതുക്കെ മെഡിക്കേഷൻ്റെ ഡോസ് കുറച്ച് വന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കംപ്ലീറ്റ് നിർത്താം. അതെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെൻറ്ററിൽ വരുന്നവർക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിയറിംഗ് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഡയബറ്റിക്സ്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് പേരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഡയബറ്റിക്സ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് എനർജി സെൻറ്റർ ആയിട്ടുള്ള മറ്റേ സ്വാധിഷ്ഠാൻ ചക്രയുടെ റൈറ്റ് സൈഡിൽ നിന്നുമുള്ള അമിതമായ ജനറേറ്റ് ചെയ്യുന്ന ഓവർ തിങ്കിങ്ങിൽ നിന്നും ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആ ചൂടിൽ നിന്നും നമ്മുടെ മറ്റ് ഓർഗൻസിലേക്ക് പാസ് ചെയ്തിട്ടാണ് ശരിക്ക് ലിവറിലും ഒക്കെ ചെല്ലുമ്പോഴാണ് അത് ഡയബറ്റിക്സ് ആയിട്ട് മാറുന്നത്. അപ്പം അതിനെ നമുക്ക് ഇപ്പോൾ ജലതത്വം ഉപയോഗിക്കാൻ പറ്റും. അതിന് ഫുഡ് സോക്കിംഗ് എന്ന് പറഞ്ഞ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ നിസ്സാരമായിട്ട് അല്പം ജലവും ഒരു അലുമിനിയം പാത്രവും
കുറച്ച് കല്ലുപ്പും മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു 5 മിനിറ്റ് അവർ മെനക്കെടാമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിനെ നമുക്കത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് ഐസ് പാക്ക് എന്ന് പറയും. ഈ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഐസ് പാക്ക്, അത് തണുപ്പിച്ചിട്ട് നമ്മുടെ സ്വാദിഷ്ടാനം മുതൽ നമ്മുടെ ലിവർ വരെയുള്ള ഭാഗം നമുക്ക് തണുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ലോലി ആ ഡയബറ്റിക്സ് നമുക്ക് കുറേശ്ശെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മെഡിക്കേഷൻ അതനുസരിച്ച് നമ്മളത് റിക്കവർ ചെയ്യും തോറും മെഡിക്കേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സഹയോഗയിൽ വന്നതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ആ മെഡിക്കേഷൻ നിർത്തേണ്ട കാര്യമില്ല. അവർ സ്ലോലി അവരുടെ ഇന്നർ എനർജി അവേക്കനായിട്ട് ആ സെൻറ്റേഴ്സിൻ്റെ എനർജിയുടെ ബാലൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ നമുക്ക് മെഡിക്കേഷനിൽ നിന്നും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ അശോകൻ, ഓക്കെ ശരി. നമ്മൾ വരാനിരുന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അശോകന്റെ സംശയത്തിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആദ്യം പറഞ്ഞു പ്രതിരോധത്തിൽ ഊന്നിയത് എന്ന്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഒരുപാട് സുഹൃത്തുക്കൾക്ക് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകും. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഏത് അസുഖമാണെങ്കിലും അത് ഏത് ഭാഗത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള യോഗ കർമ്മങ്ങളിലേക്ക് എത്തി അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാമെന്ന്. പ്രതിരോധത്തിൽ ഊന്നിയ രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കാണേണ്ടത്? അതെ, അല്ല അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു 7 എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഓരോന്നും നമ്മൾ ധ്യാനത്തിലൂടെ എൻലൈറ്റൻ ആവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ ക്വാളിറ്റീസ് വളരെയധികം ഇമ്പ്രൂവ് ആവും. അത് ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു മൂലാധാര ചക്ര, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളിലെ ഇന്നസെൻസ് ആണ്. ഇന്നസെൻസ്, അതേപോലെ നമ്മളിലെ വിസ്ഡം, നമ്മളിലെ ഫിയർലെസ്നെസ്സോടുകൂടിയുള്ള നമ്മളിലുള്ള ഭയം, അതൊക്കെ നമുക്ക് മെയിൻലി മൂലാധാര ചക്രയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓസ്പീഷ്യസ്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് മൂലാധാര ചക്രയുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ എസ്റ്റാബ്ലിഷ് ആവും. നമ്മുടെ ഉള്ളിൽ ആ ക്വാളിറ്റീസ് ഇൻബിൽട്ടായിട്ട് നമ്മുടെ പാർട്ടായി തീരും. പറഞ്ഞ കാര്യം മനസ്സിലായി. അല്ലാതെ നമ്മൾ അതിനെ നോക്കി കാണുകയല്ല വെളിയിൽ നിന്ന്, നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഇതാവും. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ എനർജി സെന്ററാണ് സ്വാദിഷ്ടാന ചക്ര. സ്വാദിഷ്ടാന ചക്ര നമ്മൾ മെഡിറ്റേഷനിലൂടെ എൻലൈറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മളുള്ള വേറൊരു പ്രശ്നം നമ്മുടെ ദേഷ്യമാണ്. മിക്കവാറും എല്ലാത്തിനൂടെയുമുള്ള ഒരു റിയാക്ഷൻ നമ്മളുടെ അല്ലേ, റിയാക്ഷന്, ഓവർ തിങ്കിങ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വേറൊരു പ്രശ്നം. അതാണ് നമ്മളെ കുറേയൊക്കെ ഒരു പരിധിവരെ ആവശ്യമില്ലാത്ത ഇതിലേക്ക് അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ നമ്മുടെ തോട്ട്സ് ആണ് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മളെ ചിന്തിക്കുക, അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രണ്ടാമത്തെ എനർജി സെന്റർ എൻലൈറ്റൻ ആകുന്ന സമയത്ത് നമ്മളുടെ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാവില്ല, ആവശ്യമില്ലാതെ വേവലാതികൾ ഉണ്ടാവില്ല. നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാം നമ്മളെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഇന്നർ ഇതായിട്ടുള്ള നമ്മുടെ സ്പിരിറ്റ്, ആത്മാവാണ് നമ്മളെ എല്ലാം നയിക്കുന്നത്. ആ കൈ പിടിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഇതിലൊന്നും ടെൻഷന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമുക്കത് അനുഭവനീയമായിട്ട് മാറും. അതേപോലെ തന്നെ ആ എനർജി സെന്ററിന്റെ ക്വാളിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ആകും തോറും നമ്മൾ ആ ദേഷ്യം വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ റിയാക്ഷൻ പരമാവധി തികച്ചും ഇല്ലാതാവുന്നല്ല, ബട്ട് വേണ്ടടുത്ത് മാത്രമേ റിയാക്ട് ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെയുള്ള റിയാക്ഷൻസും അതൊക്കെ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. അതേപോലെ തന്നെ നേരെ അടുത്ത നമ്മുടെ എനർജി സെന്റർ ആയിട്ടുള്ള നാഭി, നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തുള്ള നാഭി നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ എൻലൈറ്റൻ ആയി തുടങ്ങി കഴിയുമ്പോൾ നമുക്കിപ്പോൾ സഹയോഗ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ലോട്ടറി ഒന്നും അടിച്ചെന്ന് വരില്ല. പക്ഷേ ലോട്ടറി അടിച്ചില്ലെങ്കിലും നമ്മൾ വളരെ ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് പേഴ്സൺ ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ടില്ലേ, നമ്മൾ എല്ലാവരും ഭയങ്കര ഗ്രീഡിയാണ് ഹ്യൂമൻ ബീയിങ് ഇല്ലേ. നമ്മൾ ഇപ്പം ആദ്യം നമ്മളുടെ ഉദ്ദേശം നമുക്ക് അത്യാവശ്യം നമ്മളെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങും. പക്ഷേ അന്നേരം പിന്നെ നമുക്ക് സേവിങ്സ് ആവും. സേവിങ്സ് ആയി കഴിയുമ്പോൾ അത് നമുക്ക് ഇരട്ടിയാക്കണം, പിന്നെ അത് 4 ഇരട്ടിയാക്കണം, പിന്നെ നമുക്ക് ലോട്ടറി അടിക്കണം എന്നങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ ഗ്രീഡ്നെസ് മനുഷ്യനിൽ ഒരിക്കലും അത് കുറയുന്നില്ല. നമുക്കത് ഓരോ ദിവസവും കൂട്ടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ അങ്ങ് ആവുകയാണ്. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അപ്പം അതിൽ നിന്ന് നമ്മുടെ അറ്റൻഷൻ എൻലൈറ്റൻ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വളരെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. അതിലൂടെ നമ്മളുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. അടുത്ത എനർജി സെന്ററാണ് നമ്മളുടെ ഹൃദയം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈവൻ കുട്ടികൾ പോലും അവർ വളരെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇതിലാണ്, കുട്ടികളും വലിയവരും. പക്ഷെ നമ്മുടെ അനാഹത ചക്രം എൻലൈറ്റൻ ആയി കഴിയുമ്പോൾ അവർക്ക് വളരെ സെക്യൂരിറ്റി അവരുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യും. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും അതിലൊക്കെ ഉപരി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സ്പിരിറ്റ് ആണ്. സ്പിരിറ്റിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ആ കൈ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ക്രോസ് ഈ ഭവസാഗരമാകുന്ന ആ മായ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്നുള്ള ആ എൻലൈറ്റൻ അറ്റൻഷനിലൂടെ അവർക്ക് ആ സെക്യൂരിറ്റി
അവരുടെ ഉള്ളിൽ വളരെ ഉറയ്ക്കും. പറഞ്ഞ കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധി ചക്ര എന്ന് പറയുന്ന 5ാമത്തെ എനർജി സെന്റർ. വിശുദ്ധി ചക്ര വളരെയധികം ഈവൻ നമ്മളെ യോഗ പ്രാപിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്നത് പോലും നമ്മുടെ വിശുദ്ധി ചക്രയാണ്. ഈവൻ നമ്മൾ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ എന്നുള്ള സ്വരാക്ഷരങ്ങൾ നമ്മളോട് നല്ലവണ്ണം ഉറക്കെ ഉച്ചരിക്കണം എന്നൊക്കെ പറഞ്ഞതുപോലും നമ്മുടെ വിശുദ്ധി ചക്രയുടെ സത്യത്തിൽ 16 പെറ്റൽസിന്റെ ബീജാക്ഷരങ്ങളാണത്. അപ്പോൾ അത് നമ്മുടെ വിശുദ്ധി ചക്ര എൻലൈറ്റൻ ആകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ വിശുദ്ധി ചക്രയുടെ വ്യക്തമായ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗോഡ് ഓൾമൈറ്റി ആണ്, അദ്ദേഹത്തിന്റെ ലീലയാണ് ഇതെല്ലാം എന്നുള്ള ആ ഒരു വിറ്റ്നസ് സ്റ്റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിലധികം ടെൻഷൻ ഒന്നിനെ പറ്റിയും ഇല്ലാതാവും. രണ്ടാമത്, നമുക്കൊരു കളക്റ്റീവ് ബോധം നമ്മളിലുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ ഒരേ ആത്മാവിലെ കണികകളാണ്. പക്ഷെ അത് നമുക്ക് അനുഭവനീയമാകാത്തത് നമ്മുടെ ഈ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങൾ, വെളിയിൽ കാണുന്നതും അകത്തുള്ള സൂക്ഷ്മമായ ശരീരത്തിനുള്ളിൽ നമ്മളുടെ ഈ ആത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ സത്യത്തിൽ ഇത് ഒരു ഓഷ്യൻ ഓഫ് ലവ്, ആ ഒരു യൂണിവേഴ്സ് നിറഞ്ഞു കിടക്കുന്ന ആ ഒരു സ്നേഹത്തിലെ ഒരു കുമിളയാണ് നമ്മൾ, അതിലൊരു കണികയാണ് നമ്മൾ യഥാർത്ഥത്തിൽ. അത് നമുക്ക് അനുഭവനീയമാകണമെങ്കിൽ ഈ എൻലൈറ്റൻഡ് അവയർനെസ് നമ്മളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്, നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉറയ്ക്കും. നമുക്കത് അനുഭവനീയമാകും. നമ്മളൊരു സാക്ഷിഭാവത്തോടു കൂടി എല്ലാത്തിനെയും കാണാൻ പറ്റും. ആ ഒരു സാമൂഹികമായ സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മളിൽ ഉണ്ടാവും. അതിലൂടെ നമുക്കുള്ള പേഴ്സണാലിറ്റി തന്നെ ഒരു യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ എൻലൈറ്റൻ ആവും. ആ സ്വാർത്ഥത നമ്മളിൽ നിന്ന് ഇല്ലാതാവും. നമ്മളെപ്പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹവും ലിമിറ്റഡ് ആണ്. അതെ. അപ്പോൾ ഒരു അതിരുകളില്ലാതെ സ്നേഹിക്കാനും ഏറ്റവും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും തന്നെയാണ് സഹജയോഗയിലെ കാര്യങ്ങൾ പ്രധാനമായിട്ടും എല്ലാവർക്കും നൽകുന്ന നിർദ്ദേശങ്ങൾ, അല്ലേ? തീർച്ചയായും. സഹജയോഗ അതിൽ 5 എനർജി സെന്ററുകളെ കുറിച്ച് പറഞ്ഞു. ഇനി മറ്റ് എനർജി സെന്ററുകൾ എന്താണ് എന്നുകൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാനുള്ളത്. തീർച്ചയായിട്ടും. 6ാമത്തെ എനർജി സെന്ററാണ് നമ്മുടെ ആജ്ഞാചക്ര, നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത്. ഈ എനർജി സെന്റർ എൻലൈറ്റൻ ആവുന്നത് കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ എനർജി സെന്റർ എൻലൈറ്റൻ ആവേണ്ടിയിരിക്കുന്നു. അതായത് ഓഷ്യൻ ഓഫ് ഫർഗീവ്നെസ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈവൻ നിസ്സാരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞാൽ പോലും അവരോട് നമുക്ക് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ സഹിക്കാൻ കഴിയില്ല. നമ്മളത് ഇങ്ങനെ വെച്ചു കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അവരത് മറന്നിട്ടുണ്ടാവാം, അവർ വളരെ സുഖമായിട്ട് കഴിയുന്നുണ്ടാവാം, വളരെ സന്തോഷമായിട്ടിരിക്കാം. പക്ഷെ അതാലോചിച്ച് നമ്മളുടെ ടൈമും വേസ്റ്റ് ചെയ്ത് നമ്മൾ ഉരുകിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് നിസ്സാരമായിട്ട് വൺസ് നമ്മുടെ ആജ്ഞാചക്ര നമ്മുടെ എൻലൈറ്റൻ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനോടെയും, അത് നല്ലത് ചെയ്തതായാലും ചീത്ത ചെയ്തതായാലും ഒക്കെ അതിനോടൊക്കെ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം കഴിയും. ആ ഒരു സെൻറ്ററിൻ്റെ ക്വാളിറ്റിയാണ്. എന്ന് മാത്രമല്ല, ആ ഒരു ഫർഗീവ്നെസ് നമ്മളിൽ ആ ആജ്ഞാചക്ര എൻലൈറ്റൻ ആയി കഴിയുമ്പോൾ മാത്രമേ ഈവൻ ഈ മദർലി എനർജി ആയിട്ടുള്ള ഇത്രയും ഒരു പ്യുവർലി എനർജി ആയിട്ടുള്ള ഈ കുണ്ടലിനി എനർജിക്ക് നമ്മുടെ ആജ്ഞാചക്ര വഴി ക്രോസ് ചെയ്ത് നമ്മളെ യോഗയിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും വലുതായിട്ട് അവരുടെ ജീവിതത്തിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ദാറ്റ് ഫർഗീവ്നെസ്. അപ്പോൾ വൺസ് അത് എൻലൈറ്റൻ ആയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആ ഓഷ്യനിലെ ഒരു കണികയായിട്ട് നമ്മൾ ആ ഫർഗീവ്നെസ്സിൻ്റെ ഒരു ഓഷ്യൻ തന്നെ നമ്മൾ ഉണ്ടായി തുടങ്ങും. നമുക്ക് എല്ലാത്തിനോടെയും ക്ഷമിക്കാനും ഫർഗീവ് ചെയ്യാനും വളരെ നിസ്സാരമായിട്ട് കഴിയും. അതിൽ നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നില്ല. കാരണം മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കേണ്ടതാണ്. ഇത് എന്നും കേൾക്കുമ്പോൾ ആരും ഇത് വലിയൊരു സംഭവമായിട്ട് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു വിത്ത് നമ്മൾ പായി കഴിഞ്ഞാൽ അത് ജസ്റ്റ് കിളിക്കുന്നു, അത് പിന്നെ ഒരു ചെടിയാവുന്നു, അത് വളരുന്നു, അല്ലേ? അത് പൂവാവുന്നു, കായാവുന്നു, അതിൽ നിന്നും നമുക്ക് ഫലം കിട്ടും എന്ന് പറഞ്ഞതുമാതിരിയേ ഉള്ളൂ. ദിസ് ഓൾ ഇറ്റ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലായിട്ട്. നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സഹജമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. നമ്മളുടെ ഈ അറ്റൻഷൻ ഒന്ന് എൻലൈറ്റൻ ചെയ്യേണ്ട കാര്യം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ തന്നെ ഉള്ളതിനെ ഒന്ന് തിരിച്ചറിയുക, നമ്മുടെ ശ്രദ്ധ വെളിയിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് വരിക, നമ്മളിൽ ഈ ഒരു എനർജിയെ അവേക്കൻ ചെയ്യുക, ആ വെളിച്ചത്തിൽ നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കുക. അന്നേരം ഇത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു വലിയ ആ ഒരു സംഗീതം നമുക്ക് ശരിക്കും അനുഭവനീയമാകും. വെളിയിൽ
നമ്മൾ സ്വയം ഒരു ആസ്വദിക്കുന്ന ആത്മവിശ്വാസം, അതെ എല്ലാ സ്വയം സുഖങ്ങളെക്കാളും സ്വയം എന്ന് പറയണ്ടല്ലോ, ആത്മവിശ്വാസം. ഒരു ആത്മവിശ്വാസത്തിനും ഉപരി ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ആ ഒരു വെളിയിലുള്ള ആ ഒരു ബ്യൂട്ടിയേക്കാൾ നമ്മുടെ ആ ഇന്നർ ബ്യൂട്ടി നമുക്ക് തികച്ചും അനുഭവനീയമായിട്ട് വരും. അപ്പോൾ ഇത് ഇത്രയും ഒക്കെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇതിനെക്കുറിച്ച് അത്രയും അറിയാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സഹജ യോഗയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത്, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഉണ്ടാകും. സഹജയോഗയിലേക്ക് എത്താൻ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടാകും. തുടക്കത്തിലൊന്ന് പറഞ്ഞു, ഇപ്പോൾ എല്ലാത്തിലും ഒരു ബിസിനസ് കാര്യങ്ങൾ കടന്നു വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പൈസ എന്ന രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുണ്ടാകുന്ന ചില ദോഷവശങ്ങൾ. എങ്ങനെയാണ് സഹജയോഗയിലേക്ക് ആളുകൾക്ക് എത്താൻ സാധിക്കുന്നത്? നിങ്ങൾ ഫ്രീ ആയിട്ടാണോ, ഏത് രീതിയിലാണ്? ഇത്തരം വിദ്യകളൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ വളരെ പ്യൂരിറ്റിയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. പണ്ട് മുതലേ ഇതിന്റെ എല്ലാം ആചാര്യന്മാർ ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്തെല്ലാം അതിന് വ്യക്തമായ ഉദ്ദേശം, അതിന്റെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു, പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ഒരിക്കലും കച്ചവടത്തിന് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. നമുക്ക് കാശ് കൊടുത്ത് ഒരിക്കലും യോഗ വാങ്ങിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ സഹജയോഗ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇതിന്റെ എല്ലാ പരിശീലനങ്ങളും ചികിത്സാ രീതികളും എല്ലാം 150 രാജ്യങ്ങളിൽ പരിശീലിക്കുന്നുണ്ട്. UAE പലയിടത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ വളരെയധികം സെന്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഒരു 7,000 പേരോളം കേരളത്തിൽ സഹജയോഗ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ സെന്ററുകളും ഒക്കെ വളരെയധികം, കാരണം ആൾക്കാർക്ക് വരുന്നുണ്ട്. മറ്റു പലതിൻ്റെ പുറകെ ഓടുന്നതിലുപരി ഇതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, കാരണം ഇന്റേണൽ ക്ലെൻസിങ് ആണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യം. നമ്മളിപ്പോൾ ഓരോ ഇൻഡിവിജ്വലും നമ്മളെ ഉള്ളിൽ ക്ലെൻസ് ആയി തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ശത്രുക്കളൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ എനർജി സെന്റേഴ്സിൽ തന്നെയാണ്. അവരെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമ്പോൾ അതിലൂടെ നല്ലൊരു സമൂഹം ഉണ്ടാകും, നല്ലൊരു സൊസൈറ്റി ഉണ്ടാകും, നല്ലൊരു രാജ്യം ഉണ്ടാകും. അതിലൂടെ ഈവൻ രാജ്യത്ത് തന്നെ ഇപ്പോൾ ഗ്ലോബലി ഉള്ള പ്രശ്നങ്ങൾ, സമാധാനമില്ലായ്മ വരെ അങ്ങനെ, കാരണം നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രഹ്മരന്ത്ര വഴി കണക്റ്റഡ് ആയിട്ട് ഒരേ ആത്മാവിൻ്റെ കണികകളാണ് എന്നുള്ളത് അനുഭവനീയമായി കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ഒരു കൈ മറ്റൊരു കൈയോടോ, ഒരു കണ്ണ് മറ്റൊരു കണ്ണിനോടോ ഒരിക്കലും മത്സരിക്കാറില്ല, ഇല്ലേ? ഒരു വിരൽ മറ്റൊരു വിരലിനോടെ മത്സരിക്കാറില്ല. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് അനുഭവനീയമാകേണ്ടത് ഈ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് ഇതിലൂടെ വളരെ സാധ്യമാണ്. ഏത് സെന്ററിൽ പോയി കഴിഞ്ഞാലും അത് റിയലൈസേഷൻ എടുക്കാം. നമ്മുടെ UAE എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു എല്ലാ എമിറേറ്റ്സിലും ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ഓരോ വ്യക്തിയുടെ രീതി അനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നിങ്ങൾ പോകും, അല്ലേ? അതെ അതെ, സജീവയ്ക്ക് അതിൻ്റെതായ രീതികളുണ്ട്. പിന്നെ അബ്സല്യൂട്ട്ലി അതിനകത്ത് ഒരു പൈസ പോലും ചാർജ് ചെയ്യുന്നില്ല. എല്ലാം ഫ്രീ ആയിട്ടുള്ള സേവനം മാത്രമാണ്. അത് മാത്രമല്ല, അവരും ഇത് പഠിച്ചു കഴിഞ്ഞ ഒരു 5-6 മാസം ചൊവ്വേ നേരെ അവരത് അവരോട് പറഞ്ഞു കൊടുക്കുന്ന മാതിരി ചെയ്യുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഇത് പിന്നീട് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അത് പിന്നീട് അവര് ഗുരു അങ്ങനെ ഒന്നുമില്ല. ദേ വിൽ ബിക്കം ദെയർ ഓൺ മാസ്റ്റർ. അവർക്ക് ആ പ്രകാശം, ആ ലൈറ്റ് എടുക്കാം, അവർക്ക് മറ്റുള്ളവരെ എൻലൈറ്റൻ ചെയ്യാം, ആ പ്രകാശത്തിൽ അവർക്ക് നടക്കാം, അത്ര തന്നെ. ലൈറ്റ് പ്രകാശത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. ദീപാവലി ദിവസത്തിൽ അത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന് ചേരുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ഉള്ളിലുള്ള അന്ധകാരത്തെ അകറ്റുക എന്നുള്ളതാണ്. എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും ഇന്ന് ദീപാവലി ആയിട്ടുള്ള ഇന്നത്തെ ഈ ദിവസം, കാരണം ഒന്നാമത് അന്തരാത്മാവിനെ പറ്റി കേൾക്കാൻ കഴിയുന്നത് പോലും വളരെ മഹത്തായ ഒരു കാര്യമാണ്. അപ്പം അത് കേൾക്കാൻ സാധിച്ച ശ്രോതാക്കൾക്കൊക്കെ എല്ലാം എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സഹജയോഗയാണ് ഏറ്റവും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നമുക്ക് മാറ്റി ആത്മാവിൻ്റെ പ്രകാശം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ ലൈറ്റിൽ നമ്മൾ ഈ യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഈ യൂണിവേഴ്സാണ്. നമ്മളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടവരാണ്. ആ സ്നേഹത്തിൻ്റെ പ്രകാശം എല്ലാവരും പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ. ഒരുപാട് പേര് സഹജയോഗയിലേക്ക് വരാനും ആ പ്രകാശം, അതായത് ആ സ്നേഹത്തിൻ്റെ പ്രകാശം, സ്നേഹമാകുന്ന പ്രകാശം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരേ ആത്മാവിൽ നമ്മൾ എല്ലാവരും നിൽക്കുന്നു എന്നുള്ള ആ പ്രകാശത്തിലേക്കും, ആ പ്രകാശത്തിൻ്റെ പ്രകാശത്തിൽ നല്ലൊരു ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകാനും ഇടയാകട്ടെ എന്ന് ഞാൻ ഈ ദീപാവലിയോടൊപ്പം ആശംസിക്കും. ഓക്കെ, എല്ലായിടത്തും ഒരുമയുടെയും സ്നേഹത്തിന്റെയും പ്രകാശം തന്നെ നിലനിൽക്കട്ടെ എന്ന്. സന്തോഷം. തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തി. സഹജയോഗയെക്കുറിച്ച് എന്താണ് അത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതവുമായി മാനസികമായും ശാരീരികമായും ഓരോ വ്യക്തിയുമായും എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു തന്നു. നന്ദി അറിയിക്കുന്നു.